ചേട്ടോ എന്നെ അങ്ങനെ വെറുതെ ഇരിക്കണേ? ഇനി വെറുതെ ഇരിക്കാനല്ലാതെ എന്ത് ചെയ്യാനാ? ചേട്ടൻ എന്തിനാ ചേട്ടാ ആത്മഹത്യ ചെയ്ത്? കയ്യബദ്ധം പറ്റിപ്പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാവരുടെയും സ്വപ്നമല്ലേ ഒരു വീട് പണിയണം എന്നുള്ളത്. അതെ അതെ, അതിനായിട്ട് ഞാൻ ഒരാളോട് കുറച്ച് രൂപ കട എടുത്തായിരുന്നു. ബ്ലേഡിന്നാ എങ്ങൊന്നും കിട്ടണില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? എന്നിട്ട് അത് കടം 3 ഇരട്ടി പലിശ കൊടുത്തു. എന്നിട്ട് അവൻ പറയുക പോരാന്ന്, ഇനിയും തരണമെന്ന്. ഞാൻ ഈ സാധാരണ വരുമാനം കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യ? മക്കളെ വിളിച്ച് ശല്യം ചെയ്യണം, അവൻ വിടണില്ല. ഇതെല്ലാം കൂടി എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടായി. അങ്ങനെ അവസാനം എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. എനിക്ക് ഒരബദ്ധം പറ്റി, പക്ഷെ ഞാൻ അവനെ തട്ടിച്ചേർത്തത്. ഞാൻ ആയുഷ്കാലം ഉണ്ടാക്കിയ എൻ്റെ സമ്പാദ്യം മൊത്തം കൊച്ചിന് ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ മൊത്തം കൈക്കലാക്കി. എൻ്റെ മാത്രമല്ല, ഒരുപാട് പേർക്ക്. പക്ഷേ അവൻ ഒളിച്ചിരിക്കുന്നോടത്ത് എന്ന് അവനെ തലക്കടിച്ച് കൊന്നിട്ടാ ഞാൻ ചത്തത്. നമുക്ക് മുത്തിട്ടുണ്ട് അവനെ തട്ടണമെന്നേ. എന്തായാലും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചല്ലോ, അവനെ തട്ടേച്ച് ആത്മഹത്യ ചെയ്യണമെന്നേ. നമ്മൾ ചത്തിട്ട് എന്നാ കാര്യം? നമ്മുടെ കുടുംബം അനാഥായി. നമുക്കൊക്കെ പറ്റണ ഒരേ അബദ്ധങ്ങളെ ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അവനെ തട്ടിട്ട് ചത്തോന്നേ. ഇനിയുള്ളവന്മാർക്കെങ്കിലും ഇതൊരു പാഠമായിരിക്കണം. ശരിയല്ലേ? ശരിയാ. നമുക്ക് ഈ മെസ്സേജ് നമ്മൾ തെണ്ടി ചാവാൻ നടക്കണമൊക്കെ ഒന്ന് കൈമാറാം. ഈ മെസ്സേജ് അവന്മാരൊന്ന് കണ്ടു പഠിക്കട്ടെ. അങ്ങനെ തന്നെ ചെയ്യണം. ശരിയാടാവേ, ഇനിയെങ്കിലും ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന തെണ്ടികൾക്ക് ഇതൊരു മെസ്സേജ് ആകാം. പക്ഷേ ഇനിയും ആത്മഹത്യ ചെയ്യാൻ നടക്കുന്നവരോട് ഒരു അപേക്ഷയുണ്ട്. ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. എങ്കിലും നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ മരണത്തിനൊരു ഉത്തരവാദി ഉണ്ടെങ്കിൽ അവനെ തട്ടിയിട്ട് വേണം ചാവാൻ.